ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നാൽ നിങ്ങൾക്ക് ടൈറ്റിലും തമ്പനയിലൊക്കെ കണ്ട് മനസ്സിലായിട്ടുണ്ടാവും. ഞാനിത് ഭയങ്കര പയ്യായിരിക്കും സംസാരിക്കണം. നിങ്ങൾ നല്ലോണം വോയിസ് കൂട്ടിയിട്ടിട്ട് കേൾക്കണം കേട്ടോ. കുഞ്ഞ് ഇവിടെ കിടന്ന് ഉറങ്ങണം കൊണ്ടിട്ടാണ് ഞാൻ പയ്യെ എഡിറ്റ് ചെയ്യുന്നത്, പയ്യെ സംസാരിച്ച് എഡിറ്റ് ചെയ്യണത്. ഈ വീഡിയോ എങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞു തരണം, എങ്ങനെയാണ് ഇത് നറേറ്റ് ചെയ്യേണ്ടത് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് ഇന്നലെ നിർത്തിയെടുത്തും തുടങ്ങാം. കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഡെലിവറിയുടെ തൊട്ട് മുന്നത്തെ ദിവസത്തെ. കാണാത്തവർ കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ EMC ഹോസ്പിറ്റലിലായിരുന്നു നമ്മൾ കൺസൾട്ട് ചെയ്തുകൊണ്ടിരുന്നത്. വിഷുവിൻ്റെ അന്ന്, അതായത് ഏപ്രിൽ 14-ാം തീയതി വൈകുന്നേരം ഒരു 5 മണിക്ക് നമ്മുടെ ഹോസ്പിറ്റലിൽ ചെല്ലാൻ പറഞ്ഞു. ചെന്ന് അവിടുത്തെ ചെക്കപ്പും കാര്യങ്ങളും കഴിഞ്ഞപ്പോഴേക്കും ഒരു 9:30 കൂടി എന്നെ ഡെലിവറി റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു കേട്ടോ. എന്നെ ലേബർ റൂമിലേക്ക് ഏറ്റവും ഉടനെ തന്നെ അച്ഛനും അമ്മയും ചേട്ടനും അതുപോലെ തന്നെ കിച്ചാവനും എല്ലാവരും ലേബർ റൂമിൻ്റെ ഫ്രണ്ടിൽ വെയിറ്റിംഗ് ആണ് കേട്ടോ, എനിക്കും കുഞ്ഞിനും വേണ്ടിയിട്ട്. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഒരുപാട് പേര് ഇത്രയും ആൾക്കാർ ഞങ്ങളുടെ കാര്യത്തിൽ കൺസേൺ ആണെന്ന് അറിഞ്ഞതിൽ തന്നെ ഭയങ്കര സന്തോഷം കേട്ടോ. സി സെക്ഷൻ ആണോ, എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടായോ, ദൈവം സഹായിച്ച് നമുക്ക് നോർമലായിരുന്നു, വലിയ കോംപ്ലിക്കേഷൻസും കാര്യങ്ങളും ഒന്നും തന്നെ ഉണ്ടായില്ല. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറയാം കേട്ടോ. അങ്ങനെ കാത്തിരിപ്പിൻ്റെ ഒടുവിൽ 39 ആഴ്ചയും 7 ദിവസവും ഉള്ളപ്പോൾ, അതായത് ഏപ്രിൽ 15, 2025 രാവിലെ 8:23 ഞങ്ങളുടെ കയ്യിലേക്ക് ഞങ്ങളുടെ കുഞ്ഞിനെ കൊണ്ട് തന്നു കേട്ടോ. ദൈവം സഹായിച്ച് വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടായില്ല. ഞാൻ വീഡിയോ ഇടാൻ ലേറ്റ് ആയപ്പോൾ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചു, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ചേച്ചി, എന്താ ലേറ്റ് ആവണേ. ഞാനൊരു റിക്കവറി സ്റ്റേജിലായതുകൊണ്ടാണ് കേട്ടോ എനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഞാനും ആളുമായിട്ടൊക്കെ ഒന്ന് ഇണങ്ങി വരണമല്ലോ, ആ ഒരു സമയം കൊണ്ടാണ്. നിങ്ങളെല്ലാവരും അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. കഴിഞ്ഞ 9 മാസമായിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന ഒരു നിമിഷത്തിലൂടെ ആട്ടോ ഇപ്പോൾ കടന്നു പോകുന്നത്. ആ ഒരു ഫേസ് കാണാൻ ഞങ്ങളെപ്പോലെ തന്നെ നിങ്ങളും എക്സൈറ്റഡ് ആണെന്ന് അറിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. നിങ്ങൾ അപ്പം തന്നെ എനിക്ക് കാണിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ സമയം ഇപ്പോഴാണ് കിട്ടിയത്. അപ്പോൾ അടുത്ത 3 സെക്കൻഡിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞിൻ്റെ മുഖം കാണാം. 3, 2, 1. യെസ്, അങ്ങനെ എല്ലാവരും ഞങ്ങളുടെ കുഞ്ഞിൻ്റെ മുഖം കണ്ടു, സന്തോഷമായി എന്ന് വിചാരിക്കുന്നു. ദേ എന്നെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു കേട്ടോ. ഡെലിവറി കഴിഞ്ഞൊരു 4 മണിക്കൂർ റിക്കവറി റൂമിലായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ ദേ ആള് നല്ല ഉറക്കാണ്. നമ്മൾ ഇവനെ തമ്പിടു എന്നാണ് വിളിക്കണത് കേട്ടോ. നമുക്ക് ജനിച്ചത് ഒരു ആൺകുഞ്ഞാണ്. ഒരുപാട് പേര് പ്രഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു മാക്സിമം എല്ലാവരും പറഞ്ഞിട്ടുണ്ടായത് ആൺകുഞ്ഞാണ് എന്നുള്ളതാണ് കേട്ടോ. പിന്നെ എൻ്റെ ഇൻറ്റ്യൂഷനും ആൺകുഞ്ഞാണ് എന്നായിരുന്നു. നമ്മുടെ സീമന്തം വീഡിയോയിലൊക്കെ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ കിച്ചാമിൻ്റെ ഇൻറ്റ്യൂഷൻ ഒരു ആൺകുട്ടിയാണ് എന്നുള്ളതായിരുന്നു കേട്ടോ. എനിക്ക് കുഞ്ഞിലേ മുതലേ പെൺകുഞ്ഞുങ്ങളായിരുന്നു ഏറ്റവും കൂടുതൽ ഇഷ്ടം, ഒരുക്കിയൊക്കെ നടത്താം. പക്ഷേ ഞാൻ ഗർഭിണിയായപ്പോൾ എൻ്റെ മനസ്സിൽ ഓട്ടോമാറ്റിക്കലി വന്നു ഇതൊരു ആൺകുട്ടിയാണെന്ന്. അങ്ങനെ മനസ്സിൽ വന്ന പോലെ തന്നെ എനിക്ക് ജനിച്ചത് ഒരു ആൺകുഞ്ഞാണ്. ഇതാണ് കേട്ടോ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞാൽ തമ്പിടു എന്നാണ് നമ്മൾ വീട്ടിൽ വിളിക്കുന്നത്. പേരും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളിൽ നിന്ന് ഒരാൾ പറഞ്ഞ പേരാണ് നമ്മൾ എടുത്തേക്കുന്നത് കേട്ടോ. അപ്പം പേരിടൽ ചടങ്ങിന് ഉറപ്പായിട്ട് ഞാൻ ആളെ വിളിക്കും. ആൾ വരികയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായിരിക്കും. അപ്പോൾ അച്ചാമ്മയും അതുപോലെ തന്നെ ഷിയമ്മയൊക്കെ 2 സൈഡിൽ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാനാണെങ്കിൽ നല്ല ക്ഷീണത്തിലായിരുന്നു. നമ്മൾ എന്താ പറയുക, ഭയങ്കര ക്ഷീണമായിരുന്നു കേട്ടോ എനിക്ക്. ഞാൻ വന്ന് കിടക്കണതും ഉറങ്ങണതൊക്കെ ഒരേ സമയത്തായിരുന്നു. പിന്നെ ആൾ കുറച്ച് ദിവസത്തേക്ക് വലിയ ബഹളം കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല. അപ്പം എനിക്കും അത്യാവശ്യം ഉറങ്ങാനൊക്കെ പറ്റി. അച്ഛൻ്റെ ഭയങ്കര കാര്യമായി കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കിച്ചാമ്മൻ ഭയങ്കര ഹാപ്പിയാണ്. ഞങ്ങളെല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ നടന്നു. വലിയ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ദൈവം സഹായിച്ച് എല്ലാവരുടെയും പ്രാർത്ഥനയൊക്കെ കൂടെ ഉണ്ടായിരുന്നു എന്നറിയാം. ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചു കേട്ടോ, ഒരുപാട് പേര് പ്രാർത്ഥിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് മെസ്സേജൊക്കെ അയക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് ഡെലിവറി സ്റ്റോറി പറയണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട്. ഞാൻ ഒറ്റയ്ക്കല്ല, കിച്ചാമിൻ്റെ കൂടെ ഇരുന്നിട്ട് പറയണം എന്നുണ്ട്. കാരണം ലേബർ റൂമിലേക്ക് ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഭയങ്കര കോമഡി ആയിരുന്നു. ഹസ്ബൻഡ് വന്നതും കുഞ്ഞ് ജനിച്ചതൊക്കെ ഒരുമിച്ചായിരുന്നു. അതുകൊണ്ട് എന്താണ് പുള്ളിയുടെ എക്സ്പീരിയൻസും കൂടിയൊക്കെ നമുക്ക് അതിൽ പറയാം. നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇപ്പോഴല്ല, ഒരു 3 മാസമെങ്കിലും കഴിയട്ടെ, അപ്പോഴല്ലേ ഞാൻ ഫുള്ളി ഒന്ന് റിക്കവർ ആവുള്ളൂ. അപ്പോഴല്ലേ നല്ലൊരു എക്സ്പീരിയൻസ് പറയാൻ പറ്റുള്ളൂ. നമ്മുടെ കുഞ്ഞിനെ ആദ്യമായിട്ട് എൻ്റെ അച്ഛനെ എടുക്കണ ഒരു രംഗമാണ് കേട്ടോ. എല്ലാവരും വന്ന് എടുക്കുകയാണ്. കാരണം എൻ്റെ വീട്ടിൽ ഞാൻ ജനിച്ചു കഴിഞ്ഞ ഒരു 25 വർഷത്തിന് ശേഷം ആദ്യമായി ഉണ്ടാവുന്ന കുട്ടിയാണ് കേട്ടോ. അപ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എല്ലാവർക്കും ഇച്ചിരി കൂടുതലായിരുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അച്ഛനൊക്കെ താഴ്ത്തൊക്കെ ഉണ്ടായിരുന്നില്ല, ഇങ്ങനെ എടുത്തോണ്ടിരിക്കുകയായിരുന്നു. അച്ഛനെ എടുക്കാനും നല്ല പേടിയുണ്ടായിരുന്നു. ഇപ്പം പിന്നെ എടുത്തെടുത്ത് എല്ലാവരും നല്ല ശീലമായി കേട്ടോ.
ഞാൻ ഇതിൽ 2-3 ദിവസത്തെ വീഡിയോ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ്. നിങ്ങൾക്ക് എൻ്റെ കയ്യിൽ മറ്റേ സൂചിയൊക്കെ കുത്തിയേക്കണൊക്കെ ഉരുക്കളഞ്ഞേക്കണ കാണുമ്പോൾ മനസ്സിലാകും. എല്ലാവരുടെയും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് കുറച്ചും കൂടി റിക്കവർ ആകാൻ പറ്റിയെന്നാണ് എനിക്ക് തോന്നുന്നത്. രണ്ട് വീട്ടുകാരുടെ ഇപ്പം എൻ്റെയും അതുപോലെ തന്നെ ഹസ്ബൻഡും വീട്ടുകാരെല്ലാവരും ഒരുപോലെ നിന്നുകൊണ്ട് എല്ലാം പെട്ടെന്ന് നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റി കേട്ടോ. ആൻഡ് അമ്മാമ്മമാർ രണ്ടുപേരും അപ്പുറം ഇപ്പുറം ഇരുത്തി കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തമ്പുടുവാണെങ്കിലും ഇത് എന്നുള്ള രീതിയിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഡെലിവറി വീഡിയോ ആയിട്ട് ഞാൻ ഭയങ്കര കാര്യമായിട്ടൊന്നും എടുത്തിട്ടില്ല. ഇത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുഞ്ഞിൻ്റെ വീഡിയോസ് എൻ്റെ ഹസ്ബൻഡും അതുപോലെ എൻ്റെ ബ്രദറൊക്കെ കൂടി എടുത്ത് വെച്ച വീഡിയോ എല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് ഞാൻ ഒരു വീഡിയോ ആക്കിയത്. കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം, ഞാനാണ് ഫുൾ വീഡിയോസ് എടുക്കണതും പിടിക്കണതും ഒക്കെ. അപ്പം ഞാൻ അവിടെ കിടക്കുന്ന സമയത്ത് എനിക്ക് പറ്റില്ല. അതുപോലെ തന്നെ നമ്മൾ പ്രസവിച്ച് കിടക്കുന്ന സമയത്ത് നമ്മളായിരിക്കും കൂടുതൽ ശ്രദ്ധിക്കുക. വീഡിയോ എടുക്കാനൊന്നും അത്രയും ആരും വലിയ കൺസേൺ ആവില്ല. കാരണം അപ്പം ഏറ്റവും ഇമ്പോർട്ടൻസ് നമുക്കാണല്ലോ തരേണ്ടത്, നമ്മളല്ലേ റിക്കവർ ചെയ്ത് വരേണ്ടത്. അതുകൊണ്ടിട്ട് ഉള്ള വീഡിയോസ് എല്ലാം കൂടി കൂട്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു ഡെലിവറി വ്ലോഗ് പോലെ ആക്കിയെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടമായി എന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ചോദിച്ച പോലെ എൻ്റെ കുഞ്ഞിൻ്റെ മുഖം നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കണം. ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കണം. നാളെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന ഒരു വീഡിയോ വരും. അപ്പോൾ എന്തായാലും കാണാൻ മറക്കണ്ട. അടുത്ത ദിവസം കാണാം. ബൈ ബൈ.